അൽഹംദുലില്ലാഹി ഹഖ ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സൂറത്തുൽ ബഖറയിലെ 173 വചനത്തിൽ ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത എന്ന ഭാഗമാണ് പഠിക്കുകയുണ്ടായത്. അൽ മൈതത്ത് എന്നാൽ അതിൻ്റെ അർത്ഥവും വിവക്ഷയുമൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഏതാനും കർമ്മശാസ്ത്ര മസ്അലകൾ അപ്രകാരം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ നാമം സ്മരിച്ച് ബിസ്മില്ല പറഞ്ഞ് അറുക്കപ്പെടുകയും രക്തം ഒലിച്ചുപോയി ജീവനറ്റ ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളെയാണ് ഭക്ഷിക്കുവാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അതല്ലാത്തതെല്ലാം ഭക്ഷിക്കുന്നത് നിഷിദ്ധമാണ് എന്ന് വിശദീകരിച്ച് ഒരു മൃഗത്തിൻ്റെ വയറ്റിലിരിക്കുന്ന കിടാവുമായി ബന്ധപ്പെട്ട് അത് ഭക്ഷിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മസാലയാണ് നമ്മൾ പറഞ്ഞു വച്ചത്. തള്ളമൃഗത്തെ അറുക്കപ്പെട്ടു, വയറ്റിലുള്ളതിനെ അറുത്തിട്ടില്ല, അത് വയറ്റിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിട്ടില്ല എങ്കിൽ അത് ഭക്ഷിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുള്ളൊരു വിഷയമാണത്. കാരണം മാംസം ഭക്ഷ്യയോഗ്യമാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് മാ അൻഹറദ്ദം വദുകിറ സ്മുല്ലാഹി ഫകുൽ എന്നാണ്. റാഫി ഇബ്നു ഖദീജ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ യുദ്ധയാത്രയിലാണ്, അറക്കാൻ കത്തിയില്ല, അപ്പോൾ എന്തു ചെയ്യുമെന്നുള്ള ചോദ്യത്തിനാണ് പറഞ്ഞത് മാ അൻഹറദ്ദം വദുകിറ സ്മുല്ലാഹി ഫകുൽ, രക്തം ഒഴുക്കുകയും അള്ളാഹുവിൻ്റെ നാമം പറയപ്പെടുകയും ചെയ്തത് ഭക്ഷിക്കുക. ബിസ്മി ചൊല്ലി അറുത്ത് രക്തം ഒഴുക്കിയതാണ് ഭക്ഷിക്കേണ്ടത്. എന്നിട്ട് അവിടെ പറയുന്നത് സിന്ന വദ്ദഫുർ, പല്ലുപയോഗിച്ച് കടിച്ചു മുറിച്ചത് അല്ലെങ്കിൽ നഖം ഉപയോഗിച്ച് മുറിച്ചത് അതൊന്നും ഭക്ഷ്യയോഗ്യമാകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല്ലുകൊണ്ടും നഖം കൊണ്ടും മുറിച്ചത് ഭക്ഷ്യയോഗ്യമാകില്ല എന്ന് പറയാൻ കാരണം ഈ മാ അൻഹറദ്ദം, രക്തം ഒലിപ്പിച്ചത് ഭക്ഷിക്കാനാണ് പറഞ്ഞത്. ഇതുകൊണ്ടൊന്നും മുറിച്ചാൽ രക്തം കത്തി കൊണ്ട് മുറിച്ചതുപോലെ ഒലിച്ചു പോകില്ല, രക്തം കെട്ടിക്കിടക്കും. അപ്പോൾ ചത്തതിനൊക്കും ഇങ്ങനെ പല്ലുകൊണ്ടും നഖം കൊണ്ടും മുറിച്ചത്. അതിനാലാണ് ഈ വിഷയങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസം വന്നത് മൃഗങ്ങളുടെ വയറ്റിലുള്ള കിടാവിൻ്റെ വിഷയത്തിൽ. ഇതേപോലെ മൈത്തത്തുമായി ബന്ധപ്പെട്ട് ശവവുമായി ബന്ധപ്പെട്ട് വേറെയും മസ്അലകളുണ്ട്. ഇപ്പോൾ ചില ജീവികൾ അവയുടെ വയറ്റിൽ മുട്ടയുണ്ട്. കോഴി ചത്തു, കോഴിയുടെ വയറ്റിൽ മുട്ടയുണ്ട്. അപ്പോൾ ആ മുട്ട ഭക്ഷിക്കാമോ? ഫുഖഹാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള മസാലയാണത്. അതേപോലെ ഒരു ഭക്ഷ്യയോഗ്യമായ മൃഗം ചത്തു, അതിൻ്റെ അകിട്ടിൽ പാലുണ്ട്, ആ പാൽ ഉപയോഗിക്കാമോ? ഇപ്രകാരം അൽ ഇംഫഹ എന്ന് പറയും. ഇംഫഹ എന്ന് പറഞ്ഞാൽ അതൊരു വെളുപ്പും മഞ്ഞയും കലർന്ന ഒരു തരം ദ്രവ്യമാണ്. ഭക്ഷ്യയോഗ്യമായ കാലിക്കിടാങ്ങളുടെ വയറ്റിൽ കാണപ്പെടുന്ന നാലാം വയറ് എന്നൊക്കെ പറയും നാടന്മാർ. ഒരു തരം കൊഴുത്ത ദ്രവ്യമാണ്. മൃഗങ്ങൾ അറുക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് പാലിൽ ചേർത്ത് തൈരോ മറ്റോ ഒക്കെ ഉണ്ടാക്കപ്പെടും. കിടാങ്ങൾ വലുതായി ഈ ഇംഫഹ അത് വലുതായിട്ടാണ് അതിൻ്റെ പുല്ലൊക്കെ തിന്നാൽ പിന്നീടാണ് അത് കുടലായി മാറുന്നത്. ഏതായാലും ഒരു കിടാവ്, ഭക്ഷ്യയോഗ്യമായ മൃഗക്കിടാവ് ചത്താൽ അതിൻ്റെ ഈ ഇംഫഹ ഉപയോഗിക്കാമോ? ഇതുപോലെ കുറേ മസ്അലകൾ. മൈത്തത്ത് ഭക്ഷിക്കുന്നതിനെ ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ മൈത്തത്തുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം ചില മസ്അലകൾ, ഇതൊക്കെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ചർച്ചയുള്ള ഭാഗങ്ങളാണ്. മൈത്തത്ത് ഭക്ഷിക്കുന്നതിനെയാണ് ഹറാമാക്കിയിരിക്കുന്നത് എന്ന വിവരണ പ്രകാരം. എന്നാൽ മൈത്തത്ത് ഭക്ഷിക്കുന്നതുൾപ്പെടെയുള്ള ഉപകാരങ്ങൾ എടുക്കുന്നതിനാണ് ഹറാമാക്കിയിരിക്കുന്നത് എന്ന തഫ്സീർ നൽകുമ്പോൾ വേറെയും കുറേ മസ്അലകൾ മൈത്തത്തിൻ്റെ, ശവത്തിൻ്റെ തോലുമായി ബന്ധപ്പെട്ട്, രോമവുമായി ബന്ധപ്പെട്ട്, കൊമ്പുമായി ബന്ധപ്പെട്ട്, കുളമ്പുമായി ബന്ധപ്പെട്ട്, എല്ലുമായി ബന്ധപ്പെട്ട്, പല്ലുമായി ബന്ധപ്പെട്ട്, നെയ്യുമായി ബന്ധപ്പെട്ട് അത് ഉപകരിക്കുന്നതിൻ്റെ, അതുകൊണ്ട് ഉൽപ്പന്നങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ വിഷയത്തിൽ ധാരാളം മസ്അലകൾ വേറെയുമുണ്ട്. പക്ഷേ ഇവിടെ ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത എന്നിടത്ത് മൈതത്ത് ഭക്ഷിക്കുന്ന വിഷയത്തിലാണ് എന്നതിൻ്റെ ആയത്തിൽ നിന്നും അതേപോലെ ഹദീസിൽ നിന്നുമുള്ള തെളിവ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ഉണ്ടായല്ലോ. സൂറത്ത് അൻആമിലെ അലാ താഇമി യത്അമു, ഭക്ഷിക്കുന്നവന് ഭക്ഷിക്കൽ ഹറാമായത് എന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതേപോലെ ഹദീസിൽ ഇന്നമാ ഹറുമ അക്ലുഹ, അത് ഭക്ഷിക്കുന്നത് മാത്രമാണ് ഹറാമാക്കപ്പെട്ടത് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗവും നമ്മൾ കേട്ടല്ലോ. ഏതായാലും ഇവിടെ മൈത്തത്തുമായി ബന്ധപ്പെട്ട്, അത് ഭക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതുപോലത്തെ മസ്അലകൾ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ
ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ സുപ്രധാനങ്ങളാണ് ഈ വയറ്റിലിരിക്കുന്ന കിടാവ്, അതേപോലെ അകട്ടിലുള്ള പാല്, അതേപോലെ വയറ്റിലുള്ള മുട്ടകൾ, ഇപ്രകാരം മൃഗക്കിടാങ്ങളുടെ ഇംഫിഹ എന്നീ 4 വിഷയങ്ങൾ. ഫുഖാക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അതേപോലെ അവർക്കിടയിലുള്ള ചർച്ചകളും ഈ വിഷയത്തിൽ ഇവിടെ ഉദ്ധരിച്ചാൽ അത് നീണ്ടുപോകുന്ന ഒരു സംസാര വിഷയമാണ്. ഞാൻ അതിലേക്ക് സൂചന നൽകി എന്ന് മാത്രം.